ഹലോ ഗൈസ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് വെറൈറ്റി ഇഡലി ഇടുന്ന ഒരു സെലിബ്രിറ്റി സ്പോട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം വെങ്കടേഷിന്റെ സുട സുട ഇഡ്ലി. വെങ്കടേഷും ഫ്രണ്ട്സും ചേർന്നാണ് സുട സുട ഇഡ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഇഡ്ലി അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയി പോകുന്നതാണ് സോയ ഇഡ്ലി. അത് മാത്രമല്ല പൊടി ഇഡലി, ബട്ടത്തട്ട്, ദം ഇഡലി, ചിരട്ട ഇഡലി, അങ്ങനെ ലിസ്റ്റ് നിരവധിയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ഇഡ്ലിയും നമുക്ക് പല ഷേപ്പിലാണ് കിട്ടുന്നത്. ഈവനിങ് ഒരു 7:30 ആകുമ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ ആൾക്കാർ വന്ന് ഈ വെറൈറ്റി ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കണം. കാരണം ഓർഡർ അനുസരിച്ച് ലൈവ് ആയിട്ടാണ് ഇഡലി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ സ്പെഷ്യൽസ് കൈ കിട്ടുള്ളൂ. ട്രിവാൻഡ്രത്തെ ഇഡ്ലിക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്രയും വെറൈറ്റി കൊണ്ടുവന്ന മറ്റൊരു സ്പോട്ട് ഇല്ലെന്ന് തന്നെ പറയാം. ദേ ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ പൊടി ഇഡലി. അതിൽ കുറച്ച് സ്പെഷ്യൽസും എണ്ണയും നെയ്യും ഒക്കെ ആഡ് ചെയ്താണ് അവരത് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവരുടെ പൊടി ഇഡലിയാണ് ആദ്യം ട്രൈ ചെയ്തത്. ഒരു പ്ലേറ്റിൽ 12 ഇഡലിയാണ് വരുന്നത്. എല്ലാം കുട്ടി കുട്ടി ഇഡലിയാണ്. അതിന്റെ സൈഡായിട്ട് സാമ്പാറും മുളക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയൊക്കെയാണ് വരുന്നത്. സാധാരണ ഇഡലിയിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പൊടി ഇഡലിക്ക്. ഒരു പ്രത്യേകതരം ടേസ്റ്റ്. ഇവിടെ വന്നാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ പൊടി ഇഡലി ട്രൈ ചെയ്യണം. ഇഡലിക്ക് മാത്രമല്ല ചമ്മന്തിക്കും സാമ്പാറിനും ഒക്കെ തന്നെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് സോയ ഇഡലിക്കാണ്. പൊടി ഇഡലിക്ക് ശേഷം വേറൊരു കിടിലൻ ഐറ്റം കൂടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ടർ തട്ട്. ഇതൊരു അഡാർ ഐറ്റം ആയിരുന്നു കേട്ടോ. ഇതൊരു രാമശ്ശേരി ഇഡലിയുടെ ഷേപ്പിലാണ് വരുന്നത്. അതിന്റെ മേലെ പൊടിയും ബട്ടറും പിന്നെ സൈഡായിട്ട് സാമ്പാറും തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഒക്കെയാണ് തരുന്നത്. ഇഡലി ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ബട്ടർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബട്ടർ തട്ടായിരുന്നു. ചമ്മന്തിയും പൊടിയും ബട്ടറും ഒക്കെ വന്നിട്ട് ഒരു അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഐറ്റത്തിന്. ഇവിടുത്തെ ഓരോ ഐറ്റത്തിനും ഓരോ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയത് ഈ ബട്ടർ തട്ടാണ്. നമ്മൾ കഴിക്കും തോറും നമ്മളിങ്ങനെ മെൽറ്റ് ആയി പോകുന്ന ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായത്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഇഡലിയാണ് സുട സുട ഇഡ്ലിയുടെ ഈ ബട്ടർ തട്ട്. ഇവിടെ ഇഡലി മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഡലി പ്രേമികൾക്കൊക്കെ വന്ന് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് വെറൈറ്റി സ്പോട്ടുകൾ ഉണ്ടെങ്കിലും ഇഡലിക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്രയും വെറൈറ്റി കൊണ്ടുവന്ന ഒരു സ്പോട്ട് സുട സുട ഇഡ്ലിയാണ്. അത് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ നമുക്ക് ഇഡ്ലി കിട്ടുന്നത്. ഈവനിങ് 7 മണി മുതൽ 10 മണി വരെയാണ് കടയുള്ളത്. പക്ഷെ നമ്മൾ എത്രയും നേരത്തെ വന്ന് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് ഇഡലി കിട്ടും. കാരണം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് ഈ കട വരുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരും പല ലാംഗ്വേജ് അറിയാവുന്നവരും വന്നാണ് ഇവിടെ ഇഡ്ഡലി ഓർഡർ ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയയിലാണ് വെങ്കടേഷും ഫ്രണ്ട്സും ഈ സുട സുട ഇഡ്ഡലി സ്റ്റാർട്ട് ചെയ്തത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ തിരക്ക്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് സുനിൽ സ്വാറ്റ്സ് മ്യൂസിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സുട സുട ഇഡ്ഡലി.